അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും കിട്ടാനുള്ള എളുപ്പമാർഗങ്ങൾ ഒന്ന് പറയാമോ എന്നും എപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയവ. ഇവിടെ ഒന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്, ഒന്ന് അടിസ്ഥാനപരമായി നിർബന്ധ കാര്യങ്ങൾ, അള്ളാഹു നമ്മോട് നിർബന്ധമായും ചെയ്യണം എന്ന് കൽപ്പിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് നന്മ ചെയ്താലും റബ്ബിൻ്റെ സ്നേഹം ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. അഥവാ 5 നേരത്തെ നമസ്കാരം തുടങ്ങി അങ്ങോട്ട് അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലും നമ്മളത് ഒഴിവാക്കരുത്, നമുക്കതിൽ വീഴ്ച വരരുത്. രണ്ടാമത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കണം. പ്രത്യേകിച്ച് പലിശ പോലെയുള്ള ഇടപാടുകൾ, സാമ്പത്തികമായി അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മാർഗങ്ങൾ, അതുപോലെ സമാനമായ കാര്യങ്ങൾ, ഇസ്ലാമികമായ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം അതീവ സൂക്ഷ്മത നമ്മൾ പാലിക്കണം. മൂന്നാമത്തത്, നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനുള്ള തിരുമുൽ കാഴ്ചകൾ, ഹദിയകളാണ് ശരിക്ക് സുന്നത്തുകൾ എന്നാണ്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ എത്ര വലുതായിരിക്കും. അത് കൊടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്, കിട്ടുന്നവരെ സംബന്ധിച്ചും അതിനേക്കാളേറെ സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനങ്ങൾ, റബ്ബിനുള്ള ഹദിയകളാണ് ശരിക്ക് ഈ സുന്നത്തായ കർമ്മങ്ങൾ. അങ്ങനെ സുന്നത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ്. തഹജ്ജുദ് നമസ്കാരം, അതുപോലെ ളുഹ നമസ്കാരം പോലെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട ദിക്റുകൾ, വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതുപോലെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ. അത് നമ്മുടെ മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും ലഭിക്കും, റബ്ബ് തരും എന്നതിലുപരി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ദിക്റുകൾ ചൊല്ലുന്നവരെ. അപ്പോൾ ഏത് സമയവും നമുക്ക് ദിക്റുകൾ ചെയ്യാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് രക്ഷയായത്, ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ള അത്തരത്തിലൊരു ഘട്ടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന്. അപ്പം അത് അദ്ദേഹം സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന ദിക്റുകളായിരുന്നു അതിൻ്റെ കാരണം എന്നുള്ളത് പണ്ഡിതന്മാർ അതിലൊരു കാരണമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദിക്റുകൾ എപ്പോഴും പതിവാക്കുക, പ്രത്യേകിച്ച് എടുത്ത് പറയപ്പെട്ടില്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുവാനുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക എന്ന് തുടങ്ങുന്ന, അള്ളാഹുവെ നിൻ്റെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളുമായി അടുക്കാൻ നിന്നോട് ഞാൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ആവർത്തിക്കുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽ ഈമാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽ ഈമാൻ വസയ്യിൻഹു ഫി ഖുലൂബിന വകർരിഹ് ഇലൈന അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. മുസ്ലിം വസല്ലം പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയാണത്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിക്കുക. അള്ളാഹുവെ, സത്യവിശ്വാസത്തോടെ എൻ്റെ മനസ്സിനെ നീ പ്രിയങ്കരമാക്കണമേ, ഈമാൻ കൊണ്ട് എൻ്റെ മനസ്സിനെ നീ അലങ്കരിക്കണമേ, കുഫറും അധർമ്മവും അനുസരണക്കേടുമൊക്കെ അതിനോട് എൻ്റെ മനസ്സിൽ നീ വെറുപ്പുണ്ടാക്കണമേ എന്നുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ സാധ്യമാകുന്നത്ര അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുണ്യകർമ്മമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളും സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു തആല